ഈ വീഡിയോ വാഴ ഉള്ളതുകൊണ്ട് കൊള്ളാം. ഭാഗ്യം ആ കോന്തന്റെ അതാ ഇനി എത്തിയിട്ടില്ല. ഇനി ഞാൻ അങ്ങനെ വിളിക്കാത്തവനാണോ എഴുതാതിരിക്കുന്നത്? ഓ ഇനി വിളിച്ചില്ലാതെ വേണ്ട. വില്ലാളി വീരൻ, വീരശൂര പരാക്രമി, മണ്ടൻ കൊണാമി, രാജരാജ മൂടൻ, വലിയ കോഴി തമ്പുരാൻ എഴുന്നള്ളുന്നേ. ഇത്ര പൊക്കിയിട്ട് അങ്ങനെ കാണുന്നില്ലല്ലോ. ഒന്നോടെ ആഞ്ഞു വിളിച്ചേക്കാം. ആദ്യം തമ്പുരാനേ. ആരെവിടെ? എന്താണ്? എന്തോ നാട്? നമ്മുടെ മന്ത്രിയെ കാണാനില്ലല്ലോ. ആ പുങ്കവനെ വിളിക്കൂ. ആർക്കറിയാം, ഞാനിപ്പോ അങ്ങനെയൊന്നും കാണാറില്ല. അതെന്തുവാണ് നീ അങ്ങനെ പറഞ്ഞ? അങ്ങനെ ഇപ്പൊ ഒരു വാർഡിലാണെന്ന് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് മാറിയേയില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിനോടൂടെ എന്തിരിക്കുന്നു? അതല്ല രാജൻ, അങ്ങനെ ഇപ്പോ രാജകാര്യങ്ങളിൽ തീരെ താല്പര്യം കാണിക്കുന്നില്ല. ഓഹോ, അങ്ങനെയാണോ? ഞാനായതുകൊണ്ട് ഇതെല്ലാം അങ്ങ് മാനേജ് ചെയ്ത് പോകുന്നു. രാജൻ, എനിക്ക് അങ്ങനെ ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. അങ്ങ് ഉണർത്തിക്കണേ. ഇല്ല രാജൻ, ഇത്രയൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് എനിക്കൊരു പ്രൊമോഷനും ഹൈക്കുന്നു എന്നെ ഞാൻ മന്ത്രിയാക്കിക്കൂടെ? ആസ് പെർ യുവർ ലാസ്റ്റ് അസസ്മെന്റ് നിനക്ക് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അറ്റ്ലീസ്റ്റ് ആ മോഹിനിയാട്ടത്തിന്റെ ക്വാളിഫിക്കേഷൻ വേണം. Shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case. That if a manipulator. ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഇല്ല, നിനക്കൊന്നുമില്ല. നീ ആ മന്ത്രിയെ വിളിക്കും. അപ്പോൾ അതല്ല, അവൻ തന്നെയായിരിക്കും. മൈനയോ നെഞ്ചലിയും ലൈലയോ നീ സുഖലഹരിയുമായി മലർമിഴി കാണുന്നു ബ്ലേഡി മന്ത്രി ആ ഫ്ലോ കളഞ്ഞു. മന്ത്രി പുങ്കവ, എന്താണ് രാജപുരോത്തമ? രാജ്യകാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അങ്ങ് ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവുമാണെങ്കിലും തള്ളിന് ഒരു കുറവുമില്ല. നിന്നെ ഈ ഏരിയയിലോട്ടൊന്നും കാണാനില്ലല്ലോടെ. അത് പിന്നെ രാജൻ, ഞാൻ പള്ളിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ബിസി ആയിപ്പോയി. ഇങ്ങനെ വെറും വാർഡിലല്ലേ, കൈക്കാരനൊന്നും അല്ലോ ചോദിക്കും രാജൻ. രാജൻ അറിഞ്ഞോ, നമ്മുടെ കാര്യവട്ടത്തെ പുതിയ പള്ളി പണി തുടങ്ങാറായി. അത് ഇതുവരെ പണിതില്ലേ? എന്റെ മുത്തച്ഛന്റെ കാലം തൊട്ടേ ഇത് കേൾക്കുന്നതാണല്ലോ. നാക്ക് വരെ മുളുക്കിപ്പോയി. എന്തുവാണ് ആ സിസ്റ്റേഴ്സിന്റെ പേര്? അപ്പസ്തോലിക് ഒബ്ലൈൻസ് രാജൻ. അവരെ കണ്ടുപിടിക്കും. മഠത്തിന്റെ പണി തീരാറായല്ലോ. അവരെങ്ങാണ് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഈ പള്ളി പണി പണ്ടേ തീർന്നാലേ. രാജൻ അറിഞ്ഞില്ലേ, അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാതി ചൂറ്റിയെടുക്കുന്ന 2 കൈക്കാരന്മാർ വെറും 3 മാസം കൊണ്ട് അവർ 5 സെന്റ് സ്ഥലമാണ് വാങ്ങിയത്.
Just remember that. ആ ഷെറ്റ്. രാജൻ രാജൻ, ആ കാരോട്ടം പള്ളിയിലെ അച്ഛനും കൈക്കാരന്മാരും വരുന്നുണ്ട്. എന്റെ അമ്മേ, ലവന്മാരപ്പോ വീണ്ടും പിരിവിന് വരുമായിരിക്കും അല്ലേ? നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? മഹാമന്ത്രി, നമ്മുടെ ഖജനാവിൽ വല്ലതും ബാക്കിയുണ്ടോ എന്ന് നോക്ക്. ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുന്ന രാജൻ. ഇനി എന്തെടുത്തിട്ട് കൊടുക്കും? ആ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ചായയും മലയും കൊടുത്ത് ഒതുക്കാമായിരുന്നു. താം തരകിട ധീം തരകിട തോം തരകിട നം തരകിട തത്ത തരകിട ദിത്തി തരകിട തോം തോം തരകിട നം നം തരകിട താ ധീം തോം നം ഛം ഛം താ ധീം തോം നം ഛം ഛം തരകിട ധിക് തോം നം തത്തലാണ്ടോ 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 ലക 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 ലക. ഹലോ മിസ്റ്റർ രാജൻ, എന്തൊക്കെയുണ്ട് വാർത്തകൾ? വരണം വരണം അച്ചോ. ഈയിടെയായിട്ട് പള്ളിയിലോട്ടൊന്നും കാണാറില്ലല്ലോ. പള്ളിക്കകത്ത് ഇപ്പൊ സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആ കൊടിമരച്ചോട്ടിൽ തന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ആട്ടെ, അച്ഛൻ എന്താ പ്രതീക്ഷിക്കുന്നത്? ഓ ഹൈഫൈ. അതല്ല, 5 ലക്ഷം. 50,000. കുറച്ചുകൂടെ. 5,000. കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ. 500 താഴെ. അങ്ങനെ പറയരുത് അച്ചോ. കഴിഞ്ഞ തവണ നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ എന്തെല്ലാം തന്നു. കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു. അല്ല രാജൻ, ഇപ്പോഴെന്താ ഈ കരോൾപ്പാട്ട് കേൾക്കുന്നേ? ഒന്നും പറയണ്ട അച്ചോ. ഒരു മാസം എൻ്റെ ഭാര്യയും കൂട്ടുകാരും കരോൾപ്പാടി ഡാൻസ് കളിക്കാൻ പോയതാ. ഇപ്പൊ എന്ത് ഫംഗ്ഷൻ വന്നാലും ഈ പാട്ടിട്ട് അങ്ങ് ഡാൻസ് കളിക്കാൻ തുടങ്ങും. ഇതിന് വലിയ പരിഹാരവും ഉണ്ടോ അച്ഛാ? ഇത് സൈക്കോസിസിൽ നിന്ന് ന്യൂറോസിസിലേക്ക് മാറിയ സ്ഥിതിക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു പാരിഷ്ട അങ്ങ് കാച്ചണം. അത് കിടുക്കി തിമിർത്തു കലക്കി. അത് കൊള്ളാം അച്ചോ. ആരെവിടെ? അടിയൻ. കൊട്ടാരം നർത്തകന്മാരെ വിളിക്കൂ. പാരിഷ്ടേ തുടങ്ങട്ടെ.
oficina. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు వేరు మేసిరి కళాకారుల ఫ్యామిలీ మని ఏ గచ్చ గడితే నిద్రపోదు నిండు రాత్రి కుర్చీని మాట్లాడబెట్టి
അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാം കളറായില്ലേ? മന്ത്രി പുങ്കവനും രാജകേസരിയും ഭടനും അച്ഛനും കൈക്കാരും ഒക്കെ സ്റ്റേജ് എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ അമ്മമാര് പിള്ളേര് വിട്ടുകൊടുത്തില്ല. എന്നാ ഒരു പെർഫോമൻസ് ആയിരുന്നു. വാട്ട് എ മാർവലസ് പെർഫോമൻസ് ഗൈസ്.